ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്ലേ വിത്ത് ജെറി. എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നു. നിങ്ങളെല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലാണെന്ന് എനിക്കറിയാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഈ പ്രാവശ്യത്തെ ഓണത്തിനും ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബേസിക് ആയിട്ടുള്ള മേക്കപ്പ് ലുക്കായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതെ, ഈ ഒരു ലുക്കാണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യുന്നത്. ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്യൂട്ടോറിയൽ അന്വേഷിച്ച് നടക്കുകയാണ്, അല്ലെങ്കിൽ ഈ ഓണത്തിനെങ്കിലും കുറച്ചെങ്കിലും അടിപൊളിയായിട്ട് സാരിയൊക്കെ ഉടുത്ത് നല്ല ഗെറ്റപ്പിൽ ഇറങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് വന്നിട്ടുള്ളത്. വളരെ മിനിമൽ ആയിട്ടുള്ള മേക്കപ്പ് പ്രൊഡക്ട്സ് വെച്ചിട്ട് ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു പിങ്കിഷ് ടോൺ വരുന്ന ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്ന് നമുക്ക് കാണാം. അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ താഴത്തെ സബ്സ്ക്രൈബ് ബട്ടൺ നെക്കാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കണം. ഈ ഒരു ലുക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നോക്കണം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഫേസ് ഒന്ന് നമ്മൾ സെറ്റ് ചെയ്യണം. അതായത് നമ്മുടെ സ്കിൻ ഒന്ന് പ്രെപ്പ് ചെയ്യണം. ഈ മേക്കപ്പ് നന്നായിട്ട് ഇരിക്കാനും സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ചെയ്യാനും ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ സ്കിന്നൊന്ന് പ്രെപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നിങ്ങളുടെ കയ്യിലുള്ള ടോണർ ഏതാണോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ടോണർ യൂസ് ചെയ്യാം. ടോണർ യൂസ് ചെയ്യേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മോയ്സ്ചറൈസറിലേക്ക് പോകാം. മോയ്സ്ചറൈസർ നിങ്ങളുടെ സ്കിന്ന് നോർമൽ, ഓയിലി, ഡ്രൈ സ്കിന്ന്, കോമ്പിനേഷൻ സ്കിന്ന്, നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ ഇട്ടിട്ട് നിങ്ങളുടെ സ്കിന്നൊന്ന് പ്രെപ്പ് ചെയ്തെടുക്കുക. ഞാൻ ഓൾറെഡി ആ സ്റ്റെപ്പൊക്കെ കഴിഞ്ഞു. ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് എൻ്റെ സ്കിന്ന് പ്രെപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ സ്റ്റെപ്പൊന്നും കാണിക്കുന്നില്ല. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ചും കൂടെ എന്താ പറയുക, ലൈറ്റ് വെയ്റ്റ് അല്ലെങ്കിൽ തിക്കായിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യരുത്. നമ്മൾ ഡെയിലി നമ്മുടെ സ്കിൻ കെയർ റൂട്ടീനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്കിൻ അനുസരിച്ച് നിങ്ങൾക്കത് യൂസ് ചെയ്യാം. പക്ഷെ ഭയങ്കര ഹെവി ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് അധികം അടിപൊളിയായിട്ട് വരില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് എന്താ പറയുക, ഒരു മീഡിയം കൺസിസ്റ്റൻസി ഉള്ള മോയ്സ്ചറൈസർ ഇടുവാണെങ്കിൽ അത് കുറച്ചും കൂടെ നന്നായിട്ട് സ്കിന്നിലേക്ക് അബ്സോർബ് ആവുകയും ചെയ്യും, കുറച്ചും കൂടെ നന്നായിട്ടിരിക്കും നിങ്ങളുടെ സ്കിന്ന്. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, ഞാനൊരു പ്രൈമർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഈ പ്രൈമർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫേസിനകത്ത് പോർസ് ഉണ്ടാകും. ചിലർക്കത് ഭയങ്കര എന്താ പറയുക, എവിഡൻ്റ് ആയിട്ടുള്ള പോർസ് ആയിരിക്കും. ചിലവർക്ക് കുറച്ചും കൂടെ ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള സ്കിൻ ഉണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്ത് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ കുറച്ചും കൂടെ ഒരു സ്മൂത്ത് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുന്നത്. നേരെ മറിച്ച് നിങ്ങളുടെ ഫേസ് കുറച്ചുകൂടെ ക്ലിയർ ആണ്, നിങ്ങൾക്ക് അങ്ങനെ വിസിബിൾ ആയിട്ടുള്ള പോർസ് ഇല്ല, ടെക്സ്ചേർഡ് സ്കിൻ അല്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഞാനും ഇത് ആദ്യമൊന്നും യൂസ് ചെയ്യത്തില്ലായിരുന്നു. എൻ്റെ പിമ്പിൾസൊക്കെ വന്ന് എൻ്റെ സ്കിൻ ടൈപ്പ് ഒന്ന് മാറിക്കഴിഞ്ഞപ്പോഴാണ് ഞാനിത് പ്രൈമർ ഒന്ന് യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ളൊരു വ്യത്യാസം നമ്മുടെ ഫൈനൽ ലുക്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് കുറച്ചും കൂടി സ്മൂത്തായിട്ട് നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടെ എന്താ പറയുക, ഫ്ലോലെസ് ഒക്കെ ആയിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ട് നിങ്ങൾക്ക് സ്കിന്നിൽ അതേപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൈമർ യൂസ് ചെയ്യുക. ഇതിപ്പോൾ സ്മാഷ് ബോക്സിൻ്റെ പ്രൈമറാണ്. ഇത് കുറച്ച് പ്രൈസിയാണ്. ഇത് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾ ഒക്കേഷണലി ആണ് മേക്കപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനോ അങ്ങനത്തെ സംഭവങ്ങൾക്ക് മാത്രമാണ് മേക്കപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ബ്രാൻഡ് കൺസിഡർ ചെയ്യാം. എൽഫിൻ്റെ നല്ലതാണ്, മിൽക്കിൻ്റെ നല്ലതാണ്. അപ്പോൾ കുറച്ചും കൂടെ പ്രൈസ് റേഞ്ച് കുറഞ്ഞ സാധനം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ വേറൊരു കാര്യം ഞാൻ പറയാൻ വേണ്ടി മറന്നുപോയി. നിങ്ങളുടെ സ്കിന്ന് പ്രെപ്പ് ചെയ്യുന്ന സമയത്ത് മോയ്സ്ചറൈസറിന് പകരമായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷേ ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ നോർമൽ സ്കിൻ ടൈപ്പ് അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ടൈപ്പ് ഒക്കെ ആണെങ്കിലാണ് ഇത് കുറച്ചും കൂടെ നല്ലത്. കുറച്ചും കൂടെ ആക്നെ പ്രോൺ സ്കിന്ന് അല്ലെങ്കിൽ ഫംഗൽ പ്രോൺ സ്കിന്ന്, പിമ്പിൾസ് വരുന്ന സ്കിന്നൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പോർസ് ക്ലോഗ് ചെയ്യുന്ന പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്യരുത്. കാരണം ഇത് കുറച്ചും കൂടെ ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അപ്പോൾ അത് കാരണം നമ്മുടെ സ്കിന്നിലേക്ക് വന്ന് കഴിയുമ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ പോർസ് ക്ലോഗ് ആവും, അല്ലെങ്കിൽ നമുക്ക് ആക്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോയും സംഭവങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. എംബ്രിയോലിസ് എന്നാണ് അതിൻ്റെ പേര്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചും കൂടെ കോമൺ ആണത്. പക്ഷേ എൻ്റെ കയ്യിൽ അതുണ്ട്, ഞാൻ അത് യൂസ് ചെയ്യുമായിരുന്നു. പക്ഷേ അത് കുറച്ചും കൂടി ഇട്ട് കഴിയുമ്പോൾ എൻ്റെ ഫേസ് കുറച്ചും കൂടെ ഓയിലി ആയിട്ട് മാറുന്നതും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും എൻ്റെ ഫേസിനകത്ത് കുറച്ചും കൂടെ പിമ്പിൾസ് വരുന്നതുമായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതേപോലെ ഫാറ്റി ആസിഡ്സ് ഉള്ള സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫംഗൽ പ്രോൺ ആയിട്ടുള്ള സ്കിൻ ആണെങ്കിൽ അത് സ്യൂട്ട് ചെയ്യത്തില്ല. കാരണം ഈ ഫംഗസ് ഈ ഫാറ്റി ആസിഡ് കൺസ്യൂം ചെയ്തിട്ട് കുറച്ചും കൂടെ ആക്നെ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഫേസിലുണ്ടാക്കും. നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണ് അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിന്നാണെങ്കിൽ നിങ്ങൾ ഈ സാധനം യൂസ് ചെയ്യേണ്ട. ബാക്കിയുള്ള ആൾക്കാർക്കും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന, കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ എന്നാലും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ മിനി സൈസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴേലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അത് ഞാൻ പറഞ്ഞ പോലെ ഒക്കേഷണലി മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മിനി സൈസ് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് എന്തായാലും പ്രൈമറിലേക്ക് പോകാം. പ്രൈമർ ഞാൻ മെയിൻലി ഇടുന്നത് എൻ്റെ ഈ ഭാഗത്തൊക്കെയാണ് കുറച്ചും കൂടെ വിസിബിൾ ആയിട്ടുള്ള പോർസ് ഉള്ളത്. അപ്പോൾ അതിനെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈമർ ഇടുന്നത്.
അപ്പോൾ ഞാൻ പ്രൈമർ ഇട്ട് എൻ്റെ ഫേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏത് പ്രൊഡക്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിലും കുറച്ച് ടൈം അതിന് കൊടുക്കണം. സ്കിന്നിലേക്കൊന്ന് അബ്സോർബ് ചെയ്ത് അതൊന്ന് ഇറങ്ങാനായിട്ടുള്ള സമയം കൊടുക്കണം. എന്നിട്ട് മാത്രം നമ്മൾ നെക്സ്റ്റ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആ ടൈമിന് നമുക്ക് എന്ത് ചെയ്യാം, ഐബ്രോസ് ഫില്ല് ചെയ്യാം. ഞാനിന്ന് യൂസ് ചെയ്യുന്നത് ബെനഫിറ്റിൻ്റെ ഐബ്രോ പെൻസിലാണ്. ഇത് 3.5 എന്ന് പറഞ്ഞ ഷെയ്ഡ് 3.5 എന്ന് പറയുന്ന ഷെയ്ഡാണ്. എൻ്റെ മുന്നത്തെ വീഡിയോ കാണുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് അറിയാം, ഇത് ഞാൻ ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐബ്രോ പെൻസിലാണ്. എനിക്കൊരു പ്രശ്നമുണ്ട്, എനിക്കൊരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ അത് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. വേറെ എന്ത് പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും എൻ്റെ ഒരു കംഫർട്ട് സോൺ വിട്ടിട്ട് ഞാൻ പിന്നെ കളിക്കത്തില്ല. അതുകൊണ്ട് ഈ വീഡിയോയിലും ഞാൻ ഇതേ പെൻസിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് ഒരു സൈഡിൽ പെൻസിലും വരുന്നുണ്ട്, മറ്റേ സൈഡിൽ അത് കോംബ് ചെയ്യാനുള്ള ബ്രഷും വരുന്നുണ്ട്. ഐബ്രോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഒരു ബ്രൗൺ ഷെയ്ഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. നിങ്ങൾ ഭയങ്കര പ്രൊഫഷണലാണ്, നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാൻ നന്നായിട്ട് അറിയാമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു കുറച്ചും കൂടെ നാച്ചുറൽ ഫിനിഷ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് ബ്രൗൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി തിക്കായിട്ടുള്ള ഐബ്രോസ് ആണ് ഉള്ളത്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു എൻഡ് പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു സാധനവും ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ചിലപ്പോൾ മേക്കപ്പ് ചെയ്യില്ല, ഐബ്രോസ് വരച്ച് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു പിള്ളേച്ചൻ ടച്ച് വരും. പക്ഷെ അത് കുഴപ്പമില്ല, ബാക്കി എല്ലാം കൂടെ ചെയ്ത് വരുന്നതിനും സെറ്റ് ആയിക്കോളും. സൈഡിൽ നിന്ന് നമുക്കിങ്ങനെ ഓരോ സ്ട്രോക്കായിട്ട് നിങ്ങൾ ഈ പെൻസിൽ പിടിക്കുമ്പോൾ ഭയങ്കര ഫോഴ്സ് കൊടുത്ത് പിടിക്കരുത്, കുറച്ച് ലൈറ്റായിട്ട് വേണം പിടിക്കാൻ. എന്നാൽ ചുമ്മാ ഇങ്ങനെ നമ്മളിങ്ങനെ പെയിൻറ്റ് ചെയ്യില്ല, അതുപോലെ ഇങ്ങനെ ഫ്രീ ആയിട്ട് സ്ട്രോക്സ് വരച്ച് കൊടുക്കണം. അല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക, ഹെവി ആയിട്ടുള്ള ലൈൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും ഐബ്രോ എഴുതിയൊരു ലുക്ക് വരും. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ത്രെഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഷേപ്പിലേ ത്രെഡ് ചെയ്ത് വെക്കും. എന്നിട്ട് ഉള്ളിൽ മാത്രം ഫിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഒരു നാച്ചുറൽ ഫീല് വരും. നമ്മളതല്ലാണ്ട് നമുക്ക് ശരിക്കും ഔട്ട്ലൈൻ വരച്ച് ഐബ്രോ എഴുതാൻ എനിക്ക് ഒന്നാമത് അറിയത്തില്ല. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ എഴുതി എന്നൊരു തോന്നൽ വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കറക്റ്റ് നമ്മൾ ത്രെഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ റേസർ വെച്ച് ചെയ്യുവാണെങ്കിൽ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ഒരു നാച്ചുറൽ ലുക്ക് നമുക്ക് കിട്ടും. ഈ ബ്രഷ് വെച്ച് ഒന്ന് ചീവി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇന്നർ കോർണറിൽ നിങ്ങൾക്ക് അധികം കട്ടിയില്ല എന്നാണെങ്കിൽ നിങ്ങൾ പെൻസിൽ വെച്ച് അധികം എഴുതാൻ പോകരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന്. നിങ്ങൾ ജസ്റ്റ് ഈ ബ്രഷ് വെച്ചിട്ട് എക്സസ് ആയിട്ടുള്ള സാധനം മാത്രം ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഫിനിഷ് കിട്ടും. അപ്പോൾ ഈ ഐബ്രോ ചെയ്തതുപോലെ ഈ ഐബ്രോ കൂടെ ചെയ്തിട്ട് ഞാൻ വരാം. ഇപ്പോൾ ഞാൻ ഐബ്രോസ് ഫിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബേസ് മേക്കപ്പിലേക്ക് പോകാം. ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് കളർ കറക്റ്റിംഗ് വെച്ചിട്ടാണ്. വിസിബിൾ ആയിട്ടുള്ള അണ്ടർ ഐ ഡാർക്ക്നെസ് എനിക്കുണ്ട്. അത് ചില ദിവസം കുറച്ച് കൂടുതലായിരിക്കും, ചില ദിവസം കുറച്ച് കുറവായിരിക്കും. അത് ഈ ഉറക്കം അനുസരിച്ചിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഓറഞ്ച് കളർ കളക്ടർ വെച്ചിട്ട് നിങ്ങൾക്കതൊന്ന് ന്യൂട്രലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആക്നെ മാർക്ക് അതേപോലെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു കൺസീലറും ഓറഞ്ച് കളർ കറക്ടറും കൂടെ യൂസ് ചെയ്തിട്ട് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഫെയ്ഡ് ഔട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അല്ല നിങ്ങൾക്ക് പിമ്പിൾസിൻ്റെ റെഡ് ആയിട്ടുള്ള മാർക്സ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രീൻ കറക്ടർ യൂസ് ചെയ്തിട്ട് അതൊന്ന് ന്യൂട്രലൈസ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പം ഞാൻ ഓറഞ്ചാണ് എടുക്കുന്നത്. ജസ്റ്റ് നമ്മുടെ കൈയിൻ്റെ ബാക്കിൽ കുറച്ച് നമുക്ക് എടുക്കാം. കുറച്ച് മതി, വേണമെങ്കിൽ മാത്രം നമുക്ക് ബിൽഡപ്പ് ചെയ്തെടുക്കാം. എനിക്ക് എപ്പോഴും ഓറഞ്ച് കറക്ടർ ഡയറക്റ്റ് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കൺസീലർ ഇടുന്നതിനെക്കാട്ടും എനിക്ക് എപ്പോഴും കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് രണ്ടും കൂടെ നമ്മുടെ കൈൻ്റെ ബാക്കിൽ നമ്മൾ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ലെയർ എത്രമാത്രം ലെയർ നമ്മുടെ ഫേസിൽ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റുമോ അത്രയും നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റ ലെയർ അടിച്ചാൽ മതി. അത് രണ്ടും അത്യാവശ്യത്തിനുള്ള കൺസീലർ നിങ്ങളുടെ ഷെയ്ഡ് ഏതാണോ അതിനനുസരിച്ചിട്ടുള്ള കൺസീലർ എടുത്തിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ എൻ്റെ കൈയിൻ്റെ ബാക്കിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ ഉള്ള പ്രശ്നങ്ങളുള്ളത്, അതായത് ഡാർക്ക് സ്പോട്ട്സ് ഉള്ളത്, അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം പ്രശ്നമുള്ള സ്ഥലത്തൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാൻ കൈ കൊണ്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. അപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് സ്മഡ്ജ് ചെയ്യാൻ പറ്റുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്പഞ്ച് യൂസ് ചെയ്യാം. ഞാൻ എൻ്റെ കൺസീലർ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കവറേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. ഈ കണ്ണിൻ്റെ ഏരിയ മാത്രമേ ഞാൻ സെറ്റ് ചെയ്യുന്നുള്ളൂ. സെറ്റിംഗ് പൗഡർ വെച്ചിട്ട്
അപ്പോൾ നമുക്കിനി എന്തായാലും അത് ചെയ്യും. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മാർസിൻ്റെ സെറ്റിംഗ് പൗഡറാണ്. ഈ മാർസിന് ഒരുപാട് നല്ല അടിപൊളി പ്രൊഡക്ട്സ് ഉണ്ട്. അഫോർഡബിൾ റേഞ്ചിലായിട്ട് കിട്ടുന്ന ഒരുപാട് നല്ല പ്രൊഡക്റ്റ് ഉണ്ട്. ഇവരുടെ ഈ കുഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ജസ്റ്റ് കൈൻ്റെ ബാക്കിൽ ഇതേപോലെ ഒന്ന് ഡാബ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണിൻ്റെ ആ ഒരു ഭാഗത്ത് മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ, വേറെ സെക്ഷനിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. വളരെ ലൈറ്റായിട്ട് കുറച്ച് മാത്രം അപ്ലൈ ചെയ്യാം. ഈ കൺസീലർ അപ്ലൈ ചെയ്തിട്ട് ക്രീസ് എന്തെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വെറ്റായിട്ടുള്ള ഒരു ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അതങ്ങ് പൊക്കോളും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പൗഡർ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്യാം. എൻ്റെ ഫേസിലേക്കുള്ള ലൈറ്റ് ഓഫ് ആയിപ്പോയി, അതുകൊണ്ട് ചെറിയൊരു വെളിച്ചത്തിന് പ്രശ്നം ഉണ്ടാകും. എന്തായാലും നമുക്ക് ബാക്കി സംഭവങ്ങളിലേക്ക് കിടക്കാം. ഐ ഷാഡോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 പാലറ്റാണ് എടുക്കുന്നത്. ഒന്ന് മാർസിൻ്റെ ഈ ഒരു പാലറ്റും പിന്നെ ഇത് സോഫ്റ്റ് ഗ്ലാം എന്ന് പറഞ്ഞിട്ട് അനസ്താസിയേൻ്റെ ഈ ഒരു പാലറ്റുമാണ്. നമുക്ക് ആദ്യം ഇത് വെച്ച് തുടങ്ങാം. ഇതിൽ നിന്ന് ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ന്യൂട്രലായിട്ടുള്ള ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഈ ഷെയ്ഡ് നമുക്ക് ഏറ്റവും മുകളിൽ മൊത്തത്തിലൊരു ബേസായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് എടുത്ത് എന്നിട്ട് ഇത് നമുക്ക് മൊത്തത്തിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളത് ബേസായിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് കുറച്ച് ഹൂഡഡ് ഐസാണ്, അതായത് നമുക്ക് കണ്ണ് നന്നായിട്ട് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിലുള്ള ഭാഗമൊന്നും കാണത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫേക്കായിട്ട് ചെറുതായിട്ടൊരു ഈ ഒരു വര കണ്ടിട്ടില്ലേ, ഒരു ആർച്ച് കണ്ടിട്ടില്ലേ, ആ ആർച്ചിൻ്റെ മേളിൽ തൊട്ട് മുകളിലായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ ഐസ് ഒന്ന് ലിഫ്റ്റ് ചെയ്തൊരു ഫീൽ നമുക്ക് കിട്ടും. അതിനായിട്ട് ഞാൻ ഇവിടെ ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ആർച്ച് പോലെ വരച്ച് കൊടുക്കുവാണ്. ജസ്റ്റ് ആ ആർച്ചിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് വളരെ ലൈറ്റായിട്ടുള്ള ഒരു സംഭവം വെച്ചിട്ട് വേണം, കളർ വെച്ചിട്ട് വേണം ഇടാൻ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പോപ്പപ്പ് ചെയ്ത് നിൽക്കും. നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു ഏരിയൻ്റെ ഇങ്ങോട്ടേക്ക് വരാതെ വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഐസിന് കുറച്ചും കൂടെ ലിഫ്റ്റഡ് ആയിട്ടുള്ളൊരു ഫീൽ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഐസ് കുറച്ച് സാഗി ആയിട്ടുള്ളൊരു ഫീൽ കിട്ടും. ഇനി നമുക്ക് ഈ ഒരു പാലറ്റിൽ നിന്ന് ഈ ഒരു ഡസ്റ്റി റോസ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ ഐലിഡ് ഈ ഒരു ആർച്ച് ഉണ്ടല്ലോ അതിൻ്റെ താഴെയായിട്ട് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാം പല പല ഷെയ്ഡ്സ് വെച്ചിട്ട്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ബേൺഡ് ഓറഞ്ച് ഷെയ്ഡ് കണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്കിന്നിനോട് അടുത്ത് നിൽക്കുന്ന ഈ ഒരു ഷെയ്ഡ് ഇട്ടിട്ട് നമ്മുടെ കാജൽ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഐ മേക്കപ്പ് നമുക്ക് ഫിനിഷ് ചെയ്യാം. അങ്ങനെ രണ്ടും ചെയ്യാം. നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ലൈറ്റ് കളറിൽ സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള കളറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ സെൻറ്ററിൽ ഇതേപോലെ എന്തെങ്കിലും ഗ്ലിറ്റർ പോലത്തെ എന്തെങ്കിലും സംഭവം കിട്ടുമെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നാലും നല്ല ഭംഗിയുണ്ടാവും. നമുക്കിപ്പോൾ ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഡസ്റ്റി റോസ് എന്ന് പറഞ്ഞ ഷെയ്ഡ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എത്രമാത്രം വിസിബിൾ ആണെന്ന് എനിക്കറിയത്തില്ല, കാരണം ഇത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണല്ലോ. ഇനി നമുക്ക് എന്തെടുക്കണം എന്നാണ് എനിക്ക് കൺഫ്യൂഷൻ. ഇനി ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു മൾബറി എന്ന് പറഞ്ഞ കുറച്ച് ഷെയ്ഡുണ്ടല്ലോ, കറക്റ്റ് ഒരു പിങ്ക് ഷെയ്ഡ് ഇതിനകത്തില്ല, വേറെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ഷെയ്ഡ് നമുക്ക് ഔട്ടർ കോർണറിൽ മാത്രമായിട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു എന്താ പറയുക മേക്കപ്പ് ലുക്ക് നമുക്ക് പിടിക്കാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഗ്ലിറ്റർ വെച്ചിട്ട് ഫിനിഷ് ചെയ്യാം, സെൻറ്ററിൽ ഗ്ലിറ്റർ കൊടുത്തിട്ട്. അപ്പം നമുക്ക് ഈ ഒരു മൾബറി എന്ന് പറഞ്ഞ ഷെയ്ഡ് എടുത്തിട്ട് ഔട്ടർ കോർണറിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഭാഗത്തിലേക്ക് ഐ ഷാഡോ കൊണ്ടുവരാതെ നിങ്ങൾ മാക്സിമം നോക്കണം. എന്നാലും നമുക്ക് ഇപ്പം നിങ്ങൾക്ക് വിങ്ഡ് ഐലൈനറൊക്കെ വിങ്ഡ് ഐസ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ അപ്പോൾ അത് വരയ്ക്കുമ്പോൾ ആ ഒരു ലൈനിൻ്റെ താഴെ വരാതെ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അപ്പം ഞാനൊരു ഡാർക്ക് ഷെയ്ഡ് എൻ്റെ കോർണറിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സെൻറ്ററിന് ഗ്ലിറ്റർ കൊടുത്തിട്ട് ഐ മേക്കപ്പ് ഫിനിഷ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ പാലറ്റിനകത്ത് എനിക്ക് 2 കളറുണ്ട്, ഒരു ഗോൾഡൻ ഗ്ലിറ്ററും ഉണ്ട്, ഒരു പിങ്കിഷ് ഗ്ലിറ്ററും ഉണ്ട്. അപ്പോൾ അത് എൻ്റെ ഡ്രസ്സിനകത്ത് ഗോൾഡ് വരുന്നത് കൊണ്ട് എനിക്ക് ഗോൾഡ് കൊടുത്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ രണ്ടും കൂടെ വരുമ്പോൾ എങ്ങനെ വരുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൈയിൻ്റെ ബാക്കിൽ ഇതേപോലെ 2 സ്വാച്ച് ചെയ്യുക, 2 കളറും സ്വാച്ച് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ളത് ഇപ്പം ഞാൻ അപ്ലൈ ചെയ്ത ഡാർക്ക് ഷെയ്ഡ് ഞാൻ കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒന്നിനകത്ത് ഞാൻ പിങ്ക് ഗ്ലിറ്ററും കൊടുത്തു, ഒന്നിനകത്ത് ഞാൻ ഗോൾഡൻ ഗ്ലിറ്ററും കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വരും എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് പിങ്ക് തന്നെ കൊടുക്കുവാണെങ്കിൽ രണ്ടും കൂടെ ഒരു സെപ്പറേഷൻ ഉണ്ടാവത്തില്ല. കാരണം പിങ്കിൻ്റെ മുകളിൽ പിന്നെയും പിങ്ക് വരുവാണല്ലോ. ഗോൾഡ് കൊടുക്കുവാണെങ്കിൽ ആ 2 കളറും കുറച്ചും കൂടി ഒന്ന് എടുത്ത് നിൽക്കും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് സെൻറ്ററിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഗോൾഡ് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് നമുക്ക് സെൻറ്ററിൽ മാത്രമായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ ഐ മേക്കപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ വിചാരിക്കുന്നത് ഞാൻ എന്തായാലും അടിഭാഗത്ത് കാജൽ എഴുതി കൊടുക്കും. അപ്പോൾ ആ ചെറിയൊരു ബ്രൗൺ അല്ല മെറൂൺ ടിൻറ്റ് അടിഭാഗത്തും കൂടെ ജസ്റ്റ് ഒന്ന് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം അത് ചെയ്തിട്ട് നമുക്ക് കാണാം. ആ മോളിൽ എഴുതിയ ഒരു ഡാർക്ക് കളറിൽ ഞാൻ അടിഭാഗത്തും കൂടെ ഐലിഡിൻ്റെ താഴെ ഭാഗത്തും കൂടെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബ്രൗൺ ഐ ഷാഡോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാജൽ പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതേപോലത്തെ ചെറിയൊരു ബ്രഷ് എടുക്കുക. എന്നിട്ട് ഞാൻ ഈ ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഐലിഡിൻ്റെ മുകളിലായിട്ട് ഞാൻ ജസ്റ്റ് വളരെ മിനിമലായിട്ട് ആ ഒരു ബ്രൗൺ ടിൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. സ്മോക്കി എഫക്റ്റിന് വേണ്ടിയിട്ടല്ല, എന്നാൽ ഭയങ്കര ഡാർക്കായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ തിക്കായിട്ട് ഐലൈനർ എഴുതണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. സെയിം ഞാൻ താഴെയും ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐലൈനർ എഴുതാം. വളരെ തിന്നായിട്ട് ജസ്റ്റ് മേ ബി ഈ ഒരു ഔട്ടർ കോർണറിൽ മാത്രമായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാം. അടിയിൽ കാജലും കൂടി എഴുതാം. ക്യാമറ നോക്കി അത് ചെയ്യാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ഞാൻ അല്ലാണ്ടത് ചെയ്തിട്ട് വരാം. അങ്ങനെ ഐ മേക്കപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ കാജൽ എഴുതിയിട്ടുണ്ട്, അടിയിൽ നമ്മൾ കട്ടിക്ക് എഴുതിയിട്ടുണ്ട്, മുകളിൽ വളരെ തിന്നായിട്ട് ഐലൈനർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമുക്ക് മസ്കാരയും കൂടി ഇടണം. ഇത് മെയ്ബ്ലിൻ്റെ മസ്കാരയാണ്. നമുക്ക് ഇതിട്ടിട്ട് ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബേസിലേക്ക് പോകാം. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് ബാക്കി പരിപാടിയിലേക്ക് പോകാം. ഇനി നമുക്ക് ഫൗണ്ടേഷനിലേക്ക് കിടക്കാം. ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത് മാർസിൻ്റെ ഫൗണ്ടേഷനാണ്. നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏത് ഫൗണ്ടേഷനാണോ ആ ഫൗണ്ടേഷൻ എടുത്തിട്ട് നമ്മുടെ കൈൻ്റെ ബാക്കിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിനൊപ്പം ഒരു ഗ്ലോയിങ് സിറം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് രണ്ടും കൂടെ ഇനി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഓയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തെങ്കിലും ഹൈഡ്രേറ്റിംഗ് ഓയിലോ അല്ലെങ്കിൽ ഗ്ലോയിങ് ഓയിൽ, റോസ് ഹിപ്പിൻ്റെ ഒക്കെ ഒരു ഫേസ് ഓയിൽ ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഫേസ് ഓയിൽസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഓയിലി സ്കിന്നാണെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യരുത്. നിങ്ങളുടെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്കത് കുറച്ച് പ്രശ്നമായിരിക്കും. നന്നായിട്ട് ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്യുക. ഇപ്പോൾ കണ്ടോ കുറച്ചും കൂടെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചറും കൂടെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്നും കൂടെ ബ്ലെൻഡ് ചെയ്യുക. എന്നിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എനിക്കിങ്ങനെ ഫൗണ്ടേഷനെക്കാട്ടും കുറച്ചും കൂടി ഇഷ്ടം ടിൻറ്റഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ അല്ലെങ്കിൽ സ്കിൻ ടിൻ്റ് ഒക്കെ ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി ലൈറ്റാണ്. അപ്പോൾ എനിക്ക് അത് യൂസ് ചെയ്യാനാണ് കുറച്ചും കൂടി ഇഷ്ടം. ഞാൻ അങ്ങനെ ഫൗണ്ടേഷൻ പേഴ്സൺ അല്ല. നമുക്കത് കുറച്ച് നമ്മുടെ കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കാം. ഇനി വെറ്റായിട്ടുള്ളൊരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ എൻ്റെ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രസമല്ലേ? നല്ല അടിപൊളി ഫൗണ്ടേഷനാണ്. ബ്ലെൻഡ് ചെയ്യാൻ ഭയങ്കര സുഖമാണ്. കറക്റ്റ് ഷെയ്ഡ് മാച്ചും എനിക്ക് കിട്ടി. എനിക്ക് പൊതുവെ അങ്ങനെ കിട്ടാറില്ല. ഇതെനിക്ക് ChatGPT പറഞ്ഞു തന്ന ഷെയ്ഡാട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് മേക്കപ്പ് ഫോർ എവർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. ഒരു സ്കിൻ ടിൻ്റ് പോലത്തെ സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഷെയ്ഡ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് മാർസിൻ്റെ ബ്രാൻഡിൽ എനിക്കൊരു ഷെയ്ഡ് പറഞ്ഞു തരുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഷെയ്ഡാണ് അത്. പക്ഷേ കറക്റ്റായിട്ട് എൻ്റെ സ്കിന്നിനോട് ബ്ലെൻഡ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ തന്നെയാണ്. ബ്ലെൻഡ് ചെയ്യാനാണെങ്കിലും വളരെ സ്മൂത്താണ്. ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും കേക്കി ഫിനിഷോ അതൊന്നുമില്ല. കുറച്ചും കൂടെ എന്താ പറയുക, നല്ലൊരു അപ്പിയറൻസ് തരുന്നുണ്ട് ഈ ഒരു ഫൗണ്ടേഷൻ. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടൊരു ഫൗണ്ടേഷൻ വേണമെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർസിന് ഒരുപാട് നല്ല അടിപൊളി പ്രൊഡക്ട്സ് ഉണ്ട്. അഫോർഡബിൾ ആയിട്ട് നല്ല കൺസിസ്റ്റൻസി ഉള്ള പ്രൊഡക്റ്റ് ഉണ്ട്. ഇനി എന്തായാലും നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇനി നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകാം. അതും മാർസിൻ്റെ തന്നെ ബ്ലഷാണ്. ഇപ്പോഴത്തെ എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലഷാണ് ഈ ഒരു ബ്ലഷ്. ഇത് ബ്ലഷ് ഡസ്ക് എന്ന് പറഞ്ഞൊരു ടോണാണ്. ഇതിൻ്റെ രണ്ടെണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി പിഗ്മെൻറ്റേഷൻ, അടിപൊളി പിങ്ക് കളർ. നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നാച്ചുറലായിട്ടൊരു ഫീൽ കിട്ടുന്ന ബ്ലഷാണ്. ഇത് ഞാൻ ഒരുപാട് വട്ടം യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെയാണ് ഞാൻ ഇന്നും യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലഷ്. എന്ത് സാധനവും ആദ്യം നമ്മുടെ കൈയിൻ്റെ ബാക്കിൽ അപ്ലൈ ചെയ്തിട്ട് വേണ്ടത് മാത്രം നമുക്ക് എടുത്തിട്ട്
അപ്ലൈ ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം എടുക്കാം, കാരണം ഇതിന് ഭയങ്കര അടിപൊളി പിഗ്മെൻറ്റേഷനാണ്. ഇനി നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ലിഫ്റ്റഡ് ആയിട്ടുള്ളൊരു ലുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ഈ കണ്ണിൻ്റെ ഈ ഒരു സർക്കിൾ ഉണ്ടല്ലോ, ഈ സർക്കിൾ ഇവിടെയാണ് നമ്മുടെ ചീക്ക് ബോൺ ഉള്ളത്. ഈ ഒരു ഡിസ്റ്റൻസിലേക്ക് ബ്ലഷ് വരാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ലിഫ്റ്റഡ് ലുക്ക് വേണമെങ്കിൽ ഈ ഒരു കുഴിയുണ്ടല്ലോ, ഈ ഒരു കുഴീൻ്റെ ഔട്ട്സൈഡായിട്ട് ബ്ലഷ് നിൽക്കണം. അതായത് ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറാൻ പാടില്ല. ഇവിടെയാണ് നമ്മുടെ ചീക്ക് ബോൺ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പം ഞാനിപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവിടുന്ന് ബിൽഡ് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ചബ്ബി ലുക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഈ ഒരു ബൾജ് നിൽക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഇവിടെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എന്തായാലും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് പതുക്കെ ബിൽഡ് ചെയ്തിട്ട് വരാം. നീ കുറച്ചും കൂടെ നാച്ചുറൽ ഫിനിഷ് തോന്നുന്നത് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് വരുമ്പോഴാണ്. ഇവിടം കൊണ്ട് ഞാൻ നിർത്തുവാണ്, ഇങ്ങോട്ടേക്ക് ഞാൻ കൊണ്ടുവരുന്നില്ല. അതുപോലെ ഓപ്പോസിറ്റ് സൈഡും കൂടെ അപ്ലൈ ചെയ്തിട്ട് ഞാൻ വരാം. അങ്ങനെ ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഈ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സൈഡിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിൽ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫേസ് കോണ്ടൂർ ചെയ്യാം. ഡബിൾ ചിന്നുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫേസ് സ്ലിം ആയിട്ട് കുറച്ചും കൂടെ ഡയമെൻഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടൂറിങ് ചെയ്യാം. അത് ചെയ്യേണ്ടത് ഈ ഒരു ചെവീൻ്റെ ഈ ഒരു പോർഷനും നമ്മുടെ ഈ ഒരു മൗത്തിൻ്റെ ഈ ഒരു പോർഷനും, ഇവിടെ ഒരു ഇമാജിനറി ലൈൻ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ലൈനിൻ്റെ പകുതി വരെ നമ്മൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ അടിഭാഗത്ത് ചിന്നിൻ്റെ ജസ്റ്റ് ഡൗൺ ആയിട്ട് ഈ ഒരു പോർഷനിലും നമുക്ക് വരച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടായിട്ട് അത്ര മതി. അതുപോലെ മറ്റേ സൈഡിൽ നമുക്ക് വരച്ചു കൊടുക്കാം. ഇവിടെയും കൂടെ ഞാൻ കുറച്ച് ഇടുവാണ്. പിന്നെ അതുപോലെ നമ്മൾ ഈ ഒരു പോർഷനിൽ നമ്മുടെ ചിന്നിൻ്റെ അടിയിലായിട്ട് നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അതുപോലെ ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഈ ഒരു സൈഡിലായിട്ടും വരച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴെയും ഈ ചിന്നിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ ഒരു ലൈന് പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടിഭാഗത്ത് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ താഴോട്ടായിട്ട് വേണം ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. മുകളിലോട്ട് കയറുന്ന രീതിയിൽ ബ്ലെൻഡ് ചെയ്യരുത്, താഴോട്ട് നമ്മൾ വരുന്ന രീതിയിൽ വേണം ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങോട്ടാണെങ്കിലും ഒരുപാട് ഇങ്ങോട്ട് വരാതെ ഈ ഒരു ലൈനിൽ തന്നെ തീർക്കാൻ നോക്കാം. അങ്ങനെ നമ്മൾ അതും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്കിൻ ടോണിൽ നിന്ന് ഒരു പടി കയറ്റിയിട്ടുള്ള ഡാർക്ക് ഷെയ്ഡുള്ള കോണ്ടൂറിങ് വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. അത് ഇതുപോലെ ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം, താല്പര്യം ഇല്ലെങ്കിൽ ചെയ്ത് കൊടുക്കണ്ട. നിങ്ങൾക്ക് ഏത് സ്റ്റെപ്പാണ് ബ്ലഷ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ബ്ലഷ് ഇടണ്ട. ബ്ലഷൊക്കെ ഇടുമ്പോൾ കുറച്ചും കൂടി ഒരു നല്ലൊരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള ലുക്ക് കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ബ്ലഷ് ഭയങ്കര ഇഷ്ടമാണ്. ബ്ലഷ് ഇടുമ്പോഴാണെങ്കിലും ഒരു പൊടിക്കൊന്ന് കയറി നിൽക്കണം. ബാക്കി നമ്മുടെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും അതൊന്ന് ഓക്സിഡൈസ് ആയിട്ട് അത് കുറഞ്ഞോളും. നമ്മൾ ഇടുന്ന സമയത്ത് കുറച്ച് ഓവറാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും കുറച്ചൊക്കെ നേരം കഴിയുമ്പോഴത്തേനും അത് കറക്റ്റ് ടോണിലേക്കായിട്ട് വന്നോളും. അതുപോലെയാണ് ബ്രൗൺസറും കോണ്ടൂറിങ്ങും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യേണ്ട. ഓൾമോസ്റ്റ് നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ഹൈലൈറ്ററും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ കൈ കൊണ്ടാണ് ഇടുന്നതും. ഇതും ഒരു ചെറിയൊരു ഷാമ്പെയിൻ കളർ വരുന്നൊരു ഹൈലൈറ്ററാണ്. ഇത് നമുക്ക് ഈ ഒരു നമ്മൾ ചിരിക്കുമ്പോൾ നമുക്ക് എങ്ങോട്ടാണോ ലൈറ്റ് വരുമ്പോൾ നമ്മുടെ ഫേസിൽ എവിടെയാണോ തിളങ്ങേണ്ടത് ആ പോർഷനിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഇവിടെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചീക്ക് ബോണ്ട് അവിടെ കുറച്ച് ഞാൻ നോസിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഐ ഷാഡോൻ്റെ ഇവിടെ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഐബ്രോൻ്റെ ജസ്റ്റ് താഴെയായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ അത് ചെയ്യുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി ചങ്കി ഗ്ലിറ്റർ അവിടെ ഇട്ടത് കൊണ്ട്, ഐലിഡിൽ ഇട്ടത് കൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓൾമോസ്റ്റ് നമ്മുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ലിപ്സ്റ്റിക്കും കൂടെ ഇടാം. സോറി ഗൈസ്, ചാർജ് തീർന്ന് ഫോൺ ഓഫായിപ്പോൾ ഞാൻ അറിഞ്ഞില്ല. ഞാൻ ലിപ്സ്റ്റിക്കും എല്ലാ സംഭവങ്ങളൊക്കെ ഇട്ടു. അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു ഫൈനൽ സ്റ്റെപ്പ് എന്ന രീതിയിൽ നിങ്ങൾക്ക് സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കാം. സെറ്റിംഗ് സ്പ്രേ നമ്മുടെ മേക്കപ്പ് കുറച്ചും കൂടെ ലോങ് ലാസ്റ്റ് ചെയ്യാനും ഇതൊക്കെ അവിടെ തന്നെ ഇരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. നല്ലൊരു അത്യാവശ്യം പൈസ കൊടുത്ത് നല്ലൊരു സംഭവത്തിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മേക്കപ്പ് അതുപോലെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കിട്ടും. എത്ര നേരം നിങ്ങൾ പുറത്ത് ചിലവഴിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് മേക്കപ്പ് ഒക്കെ ഓൾമോസ്റ്റ് അതുപോലെ തന്നെ നിൽക്കും. മാക്കിൻ്റെ സെറ്റിംഗ് സ്പ്രേ നല്ലതാണ്, ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്.
അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ മേക്കപ്പ് ഹോൾഡ് ചെയ്യാനുള്ള പവർ അതിനുണ്ട്. ഇന്ന് ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല, കാരണം ഞാൻ പുറത്തേക്ക് പോകുന്നില്ല. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മേക്കപ്പ് ചെയ്തതാണ്. ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ ഫൈനൽ ലുക്കിലേക്ക് നമുക്ക് പോകാം. ആക്സസറീസ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. അങ്ങനെ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ആക്സസറീസ് ഒക്കെ ഇട്ട് നമ്മൾ ഒരുങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റിൽ പറയണം. നിങ്ങൾ റീക്രിയേറ്റ് ചെയ്ത് നോക്കണം. ഒരു പിങ്ക് ധാവണി ആയതുകൊണ്ട് പിങ്ക് ടച്ച് വരുന്ന രീതിയിലാണ് ഞാൻ മേക്കപ്പ് ഐ ഷാഡോ ആണെങ്കിലും ബ്ലഷ് ആണെങ്കിലും ഒക്കെ ചൂസ് ചെയ്തത്. അപ്പോൾ ഒരു പിങ്കിഷ് വൈബ് വരുന്ന രീതിയിലാണ് ഈ ഒരു മേക്കപ്പ് ഉള്ളത്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റിൽ പറയണം. അപ്പം നമ്മൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഓണക്കാലം ആശംസിക്കുന്നു. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ.